ഹലോ എവരിവൺ, വെരി ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ദിവസം നമ്മൾ മഴക്കാല അസുഖങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു അല്ലേ? കഴിഞ്ഞ ശനിയാഴ്ച ഓരോ ശനിയാഴ്ചകളിലും നമുക്ക് വ്യത്യസ്തമായ ടോപ്പിക്കുകളിലൂടെ ആരോഗ്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഇതിൽ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഒക്കെ വരുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ പനിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പനിയെക്കുറിച്ച് നമുക്ക് ഏകദേശമൊക്കെ അറിയാം അല്ലേ? ന്യൂസിലും മറ്റുമൊക്കെ കാണുന്നതാണല്ലോ ഡെയിലി. പല ടൈപ്പിൽ പല പേരിൽ പനി വന്നു. ഇപ്പോൾ കൊറോണ ആയാലും ഷിഗല്ല ആയാലും നിപ്പ ആയാലും ഒക്കെ പല ജാതി അസുഖങ്ങൾ പല പേരിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ശരിയാണോ? നമുക്ക് പണ്ടും ഈ ഒരു അസുഖം തന്നെ അല്ല ഉണ്ടായിരുന്നത്. ജലദോഷപ്പനി, അതുപോലെ തന്നെ വേദനപ്പനി, ഇങ്ങനെയൊക്കെ വിളിച്ചിരുന്ന സാധനം ഇപ്പോൾ പല രീതിയിൽ പല വെറൈറ്റി പേരുകളിലാണ് വരുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഇതാരാ ഈ പേരൊക്കെ കൊടുക്കുന്നത്? പല ടൈപ്പ് മരുന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് അസുഖങ്ങൾ ഇറക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള പനികൾ നമുക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പനി എന്തിനാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഒരു വീട്ടിലെ വേസ്റ്റ് കുഴി, ആ വേസ്റ്റ് കുഴി നമ്മൾ എപ്പോഴാണ് കത്തിക്കാറ്? എപ്പോഴാണത് വൃത്തിയാക്കാറ്? എന്നും വൃത്തിയാക്കുമോ? ഇല്ലേ, എന്നും വൃത്തിയാക്കൂല. അത് വല്ലപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോൾ, അനുയോജ്യമായ സമയം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അത് നിറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് വൃത്തിയാക്കും. അല്ലാതെ എന്നും അത് വൃത്തിയാക്കാൻ നിൽക്കില്ലല്ലോ. എന്നും അതിലോട്ട് വേസ്റ്റ് ചിലപ്പോൾ വരും, പക്ഷേ എന്നും വൃത്തിയാക്കില്ല. അതുപോലെ തന്നെയാണ് ശരീരത്തിലേക്ക് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. അത് മലമൂത്ര വിസർജനമായിട്ടും മറ്റും പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ചില വേസ്റ്റുകൾ എന്നും റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പല സെല്ലുകളിലും മറ്റും ഡാമേജ് സെല്ല്, അതുപോലെ തന്നെ പല ജാതി ടോക്സിൻസ് ഇത് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും. വിഷാംശങ്ങളും മറ്റുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അപ്പൻഡിക്സിൽ അങ്ങനെ പല സ്ഥലത്ത് നോഡുകളിൽ ഇവിടെയൊക്കെ എന്ത് ചെയ്യും? ഈ വേസ്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഇത് കെട്ടിക്കിടന്ന് ഒരു ഘട്ടം എത്തുമ്പോൾ ശരീരം എന്ത് ചെയ്യും? ചിലപ്പോൾ അത് വയറിളക്കമായിട്ടോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ ശരീരത്തിൽ റിമൂവ് ചെയ്യും. അതിനൊക്കെ സപ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ജലദോഷപ്പനി, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഡിസ്കംഫോർട്ടുകൾ സപ്രസ് ചെയ്യുന്ന അവസരത്തിൽ ഈ വേസ്റ്റാണ് അവിടെ സപ്രസ്സായി പോകുന്നത്. ഉദാഹരണത്തിന്, ഇവർ വിശപ്പില്ലാതെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ച് പോകാമെന്ന് കൂട്ടുക. ആ വിശപ്പില്ലാതെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ശരീരത്തിൽ മാറ്റങ്ങൾ, ഒരു മെയിൻ്റെനൻസിനുള്ള സമയം നമുക്ക് അനുവദിക്കുന്നുണ്ടാവില്ല. അത്തരത്തിലുള്ള ശരീരത്തിൽ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ വന്ന് കൂടാൻ കൂടുതൽ കാരണമാവും. അങ്ങനെ വന്ന് കൂടുന്ന വേസ്റ്റുകൾ റിമൂവ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുന്നില്ല. നമ്മൾ വിശന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു, അടുത്ത ഭക്ഷണം അടുത്ത വിശപ്പ് വന്നിട്ടാണ് കഴിക്കൽ. ഈ വിശപ്പ് വരാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ ആ ഒരു വേസ്റ്റ് പുറത്ത് പോകുന്നതിന് തടസ്സം ഉണ്ടാവും. കാരണം ഒരു ഭക്ഷണം കഴിച്ചു, അതിന് ദഹനം നടന്നുകൊണ്ടിരിക്കുക, അതിന് അവസാന ഘട്ടങ്ങളിലെത്തി അതിലെ പല ടൈപ്പ് വേസ്റ്റ് വേർതിരിച്ച് ശരീരം അത് മലവും മൂത്രമൊക്കെ ആയി വെക്കും. അങ്ങനെ അവസാന ഘട്ടത്തിൽ അടുത്ത വിശപ്പ് വരിക എന്നുള്ളത് തന്നെ എന്താ, ആ ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നിട്ടാണ് അടുത്ത വിശപ്പ് വരിക. അത് കംപ്ലീറ്റ് ആവാതെ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ, വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു തടസ്സം ആ ദഹനത്തിൽ സംഭവിക്കും. അങ്ങനെ നമ്മൾ ഇൻറ്റസ്റ്റൈൻസിലും മറ്റുമൊക്കെ ആയിട്ട് വേസ്റ്റുകൾ കെട്ടിക്കിടക്കാനും മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടുണ്ടാവാനും ശോധന പ്രശ്നങ്ങൾ ഉണ്ടാവാനും ശരീരത്തിൽ നീര് കെട്ടി നിൽക്കാനും ഒക്കെ കാരണമാവും. ഇതൊരു ഘട്ടം എത്തുമ്പോൾ ഈ വേസ്റ്റുകൾ കുന്നുകൂടി ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ശരീരത്തിൽ നിന്ന് മല ആയിട്ട് പോകാൻ പറ്റാത്ത വേസ്റ്റുകൾ ഒരുപാടുണ്ടാവും. അതിനൊക്കെ ചൂടാക്കിയിട്ട് ശരീരത്തിലൊരു ചൂട് വരും. ആ ചൂട് വന്നിട്ട് ആ ചൂടിൽ കരിച്ച് കളയുക ചെയ്യാം. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ ക്യാൻസറിനൊക്കെ റേഡിയേഷൻ ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ റേഡിയേഷനേക്കാൾ ഹൈ ലെവൽ, എത്രയോ ഇരട്ടി റേഡിയേഷനാണ് ആ സമയത്ത് ഉള്ളിൽ പനി നടക്കുമ്പോൾ ഉള്ളിലുണ്ടാവുക. നല്ല ചൂടായിരിക്കും. നമ്മൾ പുറമേ കാണുന്ന ചൂട് പോലെയല്ല, ഉള്ളിൽ അതിനേക്കാൾ ചൂടുണ്ടാവും. ആ ചൂടിൽ ഈ വേസ്റ്റുകൾ എന്ത് ചെയ്യും? അത് കത്തിപ്പോവും. അത്തരത്തിൽ ആ ബേണായിട്ട് പോവും ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ. ആ അത്തരത്തിലുള്ള വേസ്റ്റുകൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും ശരീരം ആദ്യത്തെക്കാൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ പനി ഉണ്ടാവുന്നത്. അത് ചിലപ്പോൾ ആ വേസ്റ്റിനനുസരിച്ച് പനിയുടെ ഗാഢത ഒന്ന് കൂടി നിൽക്കും. ചിലപ്പോൾ ചില ഹാർംഫുൾ ആയിട്ടുള്ള വേസ്റ്റുകൾ പോവാനുണ്ടെങ്കിൽ അവിടെ വേദന ഉണ്ടാവും, വേദനപ്പനി ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ പനി ഉണ്ടാവുന്നത് ഇപ്പോൾ പല രീതിയിലാണ്. ഇപ്പോൾ വളർച്ചാ കാലഘട്ടങ്ങളിൽ പനി ഉണ്ടാവും, കുട്ടികളെ വളർച്ചയായിട്ട് ബന്ധം അത് പറയാം. അതിനു മുമ്പ് ഇത് കംപ്ലീറ്റ് ആക്കാം. ഇപ്പോൾ വേദന പനി എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൽ ഹാർംഫുള്ളായിട്ട് ടോക്സിനായിട്ടോ അല്ലെങ്കിൽ വിഷാംശമായിട്ടോ എന്തോ ഒന്ന് ശക്തമായിട്ട് പുറന്തള്ളാൻ, റിമൂവ് ചെയ്യാനുണ്ടാവും. അത് പനി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? മലമൂത്ര വിസർജനത്തിലോ മറ്റോ പോവും. അതല്ലാതെ ശരീരത്തിൽ തന്നെ ആ പനീൻ്റെ ചൂടിൽ പുറത്ത് പോവുകയും ചെയ്യും, വിയർത്തിട്ടും മറ്റും പുറത്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ഈ അത്രക്കും ഹാർംഫുള്ളായിട്ടുള്ള വേസ്റ്റ് പുറത്ത് പോകുന്ന പനിയിലാണ് നമുക്ക് വേദന പനി ഉണ്ടാകുന്നത്. വേദന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഏതൊരു സംഗതിയും, ശരീരത്തിൻ്റെതല്ലാത്ത ഏതൊരു സാധനവും
പുറന്തള്ളപ്പെടുന്ന സമയത്ത് നമുക്ക് വേദനകളുണ്ടാവും. ഇപ്പോൾ മൂത്രത്ത് കല്ല്, അതുപോലെ തന്നെ പ്രസവം, മലമൂത്ര വിസർജനം. നമ്മൾക്കിപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെയാണ് മൂത്രത്ത് കല്ല്. പിന്നെ ഈ ശരീരത്തിൽ പൊട്ടി ഒലിക്കുക, ചലം, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരികയാണ് വേസ്റ്റ്. അതിലൊക്കെ നമുക്ക് വേദന ഉണ്ടാവും. പോകുമ്പോൾ ഒരു കുരു ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ചുറ്റുഭാഗത്ത് നല്ല വേദന ഉണ്ടാവും അല്ലേ? അത് ആ വേസ്റ്റുകൾ കളക്ട് ചെയ്ത് അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഏതൊരു ഫോറിൻ ബോഡി മീൻസ് ശരീരത്തിൻ്റേതല്ലാത്ത പാർട്ട് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന അവസരത്തിൽ ശരീരത്തിന് വേദന ഉണ്ടാവും. വലിയ ഉദാഹരണമാണ് പ്രസവം. ആ കുട്ടി പാകമായ 9 മാസം 10 ദിവസം ആയ ആ കുട്ടിക്ക് അനുയോജ്യമായ സമയം, അവിടെ നിൽക്കേണ്ട സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് അതൊരു ഫോറിൻ ബോഡിയാണ്, ശരീരത്തിൻ്റെ പാർട്ടല്ല. അത് പിന്നെന്താണ്? ഒരു ശരീരത്തിൽ പുറന്തള്ളേണ്ട ഒരു വേസ്റ്റ് പോലെയാണ് അത്. വേസ്റ്റ് അല്ല, കുട്ടിയാണ്, ഓക്കെ. പക്ഷെ അത് പുറന്തള്ളേണ്ട ഒരു വസ്തുവായിട്ടാണ് പിന്നെ ശരീരം കാണുക. അതിനെ പുറന്തള്ളുമ്പോൾ അവിടെ വേദന ഉണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, വേദന വന്നിട്ടില്ല, വേദന വരും, വേദന വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, വേദന വരാൻ വേണ്ടി മരുന്ന് കൊടുക്കുക. അങ്ങനെ ഈ വേദന ഫോക്കസ് ചെയ്ത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വേദന വരണേ എന്ന് പ്രാർത്ഥിക്കും അല്ലേ? വേദന വന്നാൽ കുട്ടി പുറത്ത് വരുള്ളൂ. വേദന വരുന്ന സമയത്ത് വേദന ഒതുക്കാൻ വേണ്ടി പെയിൻ കില്ലർ കൊടുത്തിട്ട് ആ പ്രസവ സമയത്ത് വേദന ഒതുക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, കുട്ടി പുറത്ത് വരും, കുട്ടി അവിടെ തന്നെ കിടക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ വേദന വരുമ്പോൾ, അല്ലെങ്കിൽ പനി വരുമ്പോൾ വേദന സംഹാരികളും അതുപോലെ തന്നെ മറ്റു മെഡിസിൻസ്, ഡോളോ പോലത്തെ മെഡിസിൻസ് കഴിക്കുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്നത് ആ പുറന്തള്ളേണ്ട വേസ്റ്റ് അവിടെ തന്നെ കെട്ടിക്കിടക്കും. എങ്ങനെ ഇരിക്കുന്നത്? അതാണ് നമ്മൾ പറയുന്നത്, പനിയെ പനിക്കാൻ അനുവദിച്ച് അതിനെ വിടണം എന്നുള്ളത്. അത്തരത്തിൽ പനിയെ പനിക്കാൻ അനുവദിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ആ ഒരു വേസ്റ്റ് കുഴി, നേരത്തെ പറഞ്ഞ വേസ്റ്റ് കുഴി ഉണ്ടല്ലോ, അത് ക്ലീൻ ആവും. മാത്രമല്ല, നമ്മുടെ വേസ്റ്റ് കുഴി കത്തിക്കുമ്പോൾ വേസ്റ്റ് കുഴി മാത്രമല്ല നമ്മൾ കത്തിക്കുക, ശരീരത്തിൻ്റെ മുക്കിലും മൂലയിലുള്ള എല്ലാ വേസ്റ്റുകളും മക്കളോടും മറ്റും എടുത്തു കൊണ്ടുവരാൻ പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെയുള്ള വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്കുകൾ, പറമ്പ് മൊത്തമുള്ള വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും? കത്തിച്ച് ആ വീട് എന്ത് ചെയ്യും? ശുദ്ധിയാക്കും അല്ലേ? എന്തായാലും കത്താണ്, അപ്പോൾ അതിൽ പോട്ടെ എന്നുള്ളത്. അതുപോലെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ പോകുമ്പോൾ ശരീരത്തിലുള്ള ഭൂരിഭാഗം വേസ്റ്റുകളും ശരീരം എന്ത് ചെയ്യും? അതിലൂടെ ഒഴിവാക്കി കളയും. ആ പനിയിലൂടെ ഒരു പനി പനിച്ച് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫ്രഷ് മനുഷ്യനാണ്. വേസ്റ്റ് ഒന്നും ഇല്ലാതെ അദ്ദേഹം എന്തെങ്കിലും ഒരു ക്ലീൻ ആയിട്ട് വരും. അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ്, ഹാർട്ട്, ലിവർ, കിഡ്നി, ഇതൊക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനും ഹാർട്ട് പമ്പ് ചെയ്യുന്നതൊക്കെ, ബ്ലഡ് ഫ്ലോ ഒക്കെ, എനർജി ഫ്ലോ ഒക്കെ എന്ത് ചെയ്യും? ക്ലിയർ ആവും. ഇതൊരു വലിയൊരു ട്രീറ്റ്മെൻറ്റാണ് ശരീരത്തിൽ നടക്കുന്നത്, ഒരു ചികിത്സയാണ് പനി. ശരീരത്തിന് കൊടുക്കുന്ന ഒരു ചികിത്സ, വേസ്റ്റ് റിമൂവൽ പ്രോസസ്സ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ് പനി. നമ്മളാണ് ഇന്ന് ഒരുപാട് പേരിട്ടിട്ട് പല പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, പല പേരിട്ടിട്ടും ആ പനീനെ നമ്മൾ എക്സാജറേറ്റ് ചെയ്തിട്ട് ഇത് എന്തോ സംഭവമാണ്, ഇത് ശരീരത്തിന് ഏറ്റവും എതിരായിട്ടുള്ള സാധനമാണ്, ഇത് വന്നാൽ പേടിക്കണം എന്നുള്ള നിലയ്ക്ക് പനിയിൽ ഭീതി കൊണ്ടുകൊണ്ട് നമ്മളെ മക്കളെയും മറ്റുമൊക്കെ നമ്മൾ ഒരുപാട് ഹാംഫുള്ളായിട്ടുള്ള മെഡിസിൻസ് കൊടുത്തുകൊണ്ട് അവരെ ആ പനിയെ ഒതുക്കി അവരെ ഡെവലപ്മെൻറ്റിനെ പോലും നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുട്ടി, നേരത്തെ പറഞ്ഞല്ലോ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം പനി ഉണ്ടാകുന്നുള്ളത്, അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പലർക്കും ഉണ്ടാകുമ്പോൾ പനിയിലായിട്ടുണ്ടാവും അല്ലേ? അത് നമ്മുടെ ഡെവലപ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ വളർച്ചാ കാലഘട്ടം, നമ്മളൊന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പുതിയ സാധനം ഉണ്ടാവാനില്ലല്ലോ. ഇപ്പോൾ ഒരു 26 വയസ്സിലൊക്കെ ബ്രെയിനിൻ്റെ ഒരു പോർഷൻ വളരുന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഈ ജീവിതത്തിൻ്റെ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഈ കുട്ടിക്ക് പനി ഉണ്ടാവും. അതെന്തിനാണ്? ആ ഭാഗത്ത് ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ നിന്ന് ഒരു പുതിയൊരു ക്രിയേഷൻ അവിടെ സംഭവിക്കുകയാണ്. ശരീരത്തിലൊരു മാറ്റം, ഒരു അപ്ഡേഷൻ സംഭവിക്കുകയാണ്. ആ അപ്ഡേഷൻ സംഭവിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ശരീരം ഒരു പനി ഉണ്ടാവണം. കാരണം അവിടെ ചിലപ്പോൾ വൃത്തിയാക്കാനുണ്ടാവും. അവിടെ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഫർണിച്ചർ അല്ലെങ്കിൽ സോഫ എന്തെങ്കിലും വാങ്ങി, അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അങ്ങനെ കൊണ്ടുപോയിട്ടോ വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോയിട്ടോ? ഇല്ല, വൃത്തിയാക്കി സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ ഉള്ളൂ, ഹൈക്കിൽ കൊണ്ടുപോയിടാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു അപ്ഡേഷൻ സംഭവിക്കും, ശരീരത്തിലൊരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ബോൺ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ശരീരത്തിലെ പല നെർവസ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യും? പനി ഉണ്ടാവും. ചെറിയ കുട്ടികൾക്ക് ഓരോ ഘട്ടങ്ങളിലും പനി ഉണ്ടാവും. അപ്പോൾ ഈ പനിയൊക്കെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ വീട്ടിൽ പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവരികയാണ്, പുതിയൊരു ഫർണിച്ചർ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് വെക്കുന്നവരെ സെറ്റ് ചെയ്ത് വെക്കുന്നവരെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ കിച്ചണിലൊക്കെ റാക്ക് സെറ്റ് ചെയ്യുമ്പോൾ അറിയാം കുറച്ച് ദിവസത്തേക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ റീസെൻ്റ്ലി വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ പണിക്കാരും ബഹളമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ശരീരത്തിലൊരു അപ്ഡേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ പനി ഉണ്ടാവാം.
നിർബന്ധമൊന്നുമില്ല, ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാ ഡെവലപ്മെൻറ്റിനും പനി ഉണ്ടാവില്ല. ചില മൈന്യൂട്ട് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നന്നായി ചൂടാവില്ലേ, അത്രക്കും വർക്ക് അവിടെ നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ അതൊരു ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യും, ശരീരത്തിൽ പുതിയ അപ്ഡേഷൻ ഉണ്ടാകും, പുതിയൊരു മാറ്റം, ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന സമയത്ത്, ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് പനി ഉണ്ടാകും. അപ്പോൾ ഈ പനിയെ നമ്മൾ പാരസെറ്റമോൾ, ഡോൾ, അതുപോലെ തന്നെ പല മെഡിസിൻസ് ഉണ്ട്, പല പേരിലുണ്ട്. ഇതിനൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് നിർത്തുന്നവരുണ്ട്. അതൊക്കെ ഡയറക്റ്റ് ബ്ലഡിലോട്ടാണ്. അതിനൊന്നും ശരീരത്തിന് ഒഴിവാക്കേണ്ട, ലിവറിനൊക്കെ നന്നായിട്ട് ഹാർംഫുള്ളായി ബാധിക്കും. ലിവറിൻ്റെ വീഡിയോ ഇന്ന് രാവിലെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതൊന്നും കാണാം. അപ്പോൾ നോൺ ആൽക്കഹോളിക് ഡിസീസ് ഇപ്പോൾ കൂടുതൽ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. ആൽക്കഹോൾ കഴിച്ചിട്ട്, ഇപ്പോൾ കള്ള് കുടിച്ചിട്ട്, മദ്യപിച്ചിട്ട്, ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ലിവർ സിറോസിസുകളുണ്ട്, ലിവർ പോകുന്നത്. അത് താരതമ്യേന കുറവായി വന്ന് നിൽക്കുക. എങ്ങനെ കുറഞ്ഞു? അത് കുറഞ്ഞു പോയെന്നല്ല, താരതമ്യേന കുറഞ്ഞു. എന്തിന് താരതമ്യേന? മരുന്ന് കഴിച്ചുണ്ടാവുന്ന ആൽക്കഹോൾ 80% മുകളിലാണ് മരുന്ന് കഴിച്ച് ഉണ്ടാവുന്ന ആൽക്കഹോളിക് ഡിസീസ്. ബാക്കി മരുന്ന് അല്ല, ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട്, ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന. എന്തുകൊണ്ടാണ്? ഇപ്പോൾ 2 കുപ്പി മദ്യം കഴിച്ചാലൊന്നും ആളുകൾ മരിച്ചു പോകുന്നില്ല. പക്ഷെ 2 പാരസെറ്റമോൾ കഴിച്ചാലോ തട്ടിപ്പോലെ. അതുപോലെയാണ്, തമാശയല്ല, അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് പേര് മരുന്നില്ലാത്ത ചികിത്സാരീതികൾ തേടിക്കൊണ്ട്, മരുന്നില്ലാത്ത ചികിത്സാരീതികൾ ഓരോ അസുഖത്തിന് യൂസ് ചെയ്തിട്ട് വരികയാണ്. മരുന്നിൻ്റെ ഭവിഷ്യത്ത് ആളുകൾക്ക് വ്യക്തമായി മനസ്സിലായി വരുന്നൊരു കാലഘട്ടമാണിത്. പല ലക്ഷക്കണക്കിന് ആളുകൾ മരുന്നില്ലാത്ത ചികിത്സാരീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ, എന്നാലും ആ സമയത്ത് മനസ്സിലാവാതെ പല മരുന്ന് കഴിച്ച് പോകുന്ന ആളുകൾ. ഇങ്ങനെ ആളുകൾ കൂട്ടമായിട്ട് മരുന്നില്ലാത്ത ചികിത്സാ രീതികൾ തിരഞ്ഞു പോകുമ്പോഴാണ് ഇപ്പോൾ പല പേരിട്ട്, പല ഭീതി പരത്തിക്കൊണ്ട്, അസുഖങ്ങൾ എക്സാജറേറ്റ് ചെയ്തിട്ട്, പനിയെപ്പോലും പല രീതിയിലുള്ള ഭയപ്പെടുത്തിക്കൊണ്ട് അതിനെ മരുന്ന് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കിഡ്നിയെ മാത്രമല്ല, ലിവറിനെ മാത്രമല്ല, പല ഓർഗൻസിനെയും നല്ല രീതിയിൽ ഹാംഫുള്ളായിട്ട്, കേടായ രീതിയിൽ ഇത് ബാധിക്കും. അപ്പോൾ നമ്മളെ കുട്ടികളെ വളർച്ചാ കാലഘട്ടം ഉണ്ടാകുന്ന പനി, അതല്ല നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പനി നമ്മുടെ കുട്ടികൾ ആ സമയത്ത് അവരുടെ വളർച്ചയെ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ പനി പനിച്ചു പോയാൽ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണോ? നമ്മൾ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ പോലും അത് ബാധിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടി പറഞ്ഞനുസരിക്കുന്നില്ല, കുട്ടിക്ക് ADHD ഉണ്ട്, കുട്ടി പൊട്ടിത്തെറിക്കുകയാണ്, കുട്ടി പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധ നോട്ട് ദ പോയിന്റ്. പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല, കുട്ടിക്ക് പഠിച്ചിട്ട് ബൈഹാർട്ട് ആവുന്നില്ല, കുട്ടിക്ക് പല ജാതി പ്രശ്നങ്ങൾ, കുട്ടി ദേഷ്യപ്പെടുന്നു. ശരീരത്തിൽ ഓരോ എലമെൻറ്റുകളുണ്ട്, 5 എലമെൻറ്റ്. അക്യുപഞ്ചർ പഠിക്കുന്നവർ പഠിച്ചിട്ടുണ്ടാവും, പല ആയുർവേദത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 5 എലമെൻറ്റിലെ പല എലമെൻറ്റുകളും ശരിയായ രീതിയിലല്ല അവിടെ മെച്ചപ്പെട്ട് വരുന്നത്. പല ഇംബാലൻസും ഇത്തരത്തിലുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഫയർ എലമെൻറ്റ്, വുഡ് എലമെൻ്റ് ഒക്കെ, എർത്ത് എലമെൻറ്റ്, അങ്ങനെ ഓരോ എലമെൻറ്റ് ഇഷ്യൂസ് വരുമ്പോൾ ഇത്തരത്തിലുള്ള പല ഡിസ്ഫങ്ഷൻസ് കുട്ടികൾക്കുണ്ടാവും, പല ജാതി പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ വിചാരിക്കും കുട്ടികളുടെ ഓരോ വികൃതിയാണ്, കുട്ടികളുടെ ഓരോ പ്രശ്നങ്ങളാണ്, കുട്ടി പഠിക്കുന്നില്ല, അത് ശ്രദ്ധിക്കായിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അത് കുട്ടികളെ ഈ ഒരു മെഡിസിൻസും ഇപ്പോഴത്തെ കാലത്ത് ജീവിതം, നമ്മൾ മെഡിസിനെ ഒഴിവാക്കി ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കഷ്ടം തന്നെയാണ്. കാരണം പല ടൈപ്പിലാണ് മെഡിസിൻസ് നമ്മളിൽ എത്തുന്നത്. ഇങ്ങനെ നമ്മൾ ഗുളികയായിട്ട് കഴിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന അരിയിൽ പോലും പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പല സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങൾ, നമ്മളെ എങ്ങനെ ഒരു രോഗിയാക്കി മെച്ചപ്പെടുത്താം. ഇപ്പോൾ ഒരുപാട്, ഞാൻ കുറ്റം പറയല്ല, എന്നാൽ കുറ്റം പറയാനാണ്, ഒരുപാട് പല കുത്തക കമ്പനികളും മെഡിക്കൽ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനവർക്ക് ലാഭം കിട്ടണമല്ലോ. അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഡസ്ട്രി, ഇത് രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഫുഡ് ഇൻഡസ്ട്രിയിൽ നല്ല ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കെമിക്കൽസ്, ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ടോക്സിൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻഡസ്ട്രി ഇവിടെ വളരും. ഹോസ്പിറ്റലിലും പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കേരളീയർ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ഒക്കെ ശ്രദ്ധിക്കുക. മെഡിസിൻ്റെ കാര്യത്തിൽ, മെഡിസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ? മെഡിസിൻ യൂസ് ചെയ്യുക, നമുക്ക് മനസ്സിലായി ഇപ്പോൾ പനി എന്താണ്, പനി എങ്ങനെയുണ്ട്, എന്തിനു വേണ്ടിയാണ് പനിക്കുന്നത്. ഈ പറഞ്ഞത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ പനിക്കുന്നുണ്ട്. നമ്മുടെ 3 മാസത്തെ ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പനി, അതുപോലെ തന്നെ അസുഖങ്ങൾ, രോഗങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഒരു വീട്ടിൽ ഒരാളെങ്കിലും ആ ക്ലാസ്സെങ്കിലും കേട്ടാൽ നല്ലതാണ്. അത് ആവശ്യമുള്ളവർ നമ്മുടെ വൈറ്റാലിറ്റി ഫൗണ്ടേഷൻ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അയച്ചു തരും.
അപ്പോൾ പല വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞത് ഡയബറ്റിക് ഷുഗറിനെ കുറിച്ചുള്ളതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പനി എന്നുള്ളത്. ഇപ്പോൾ ശരിക്ക് പനി വന്നാൽ എങ്ങനെയാണ് മാറേണ്ടത്? എങ്ങനെയാണ് പനി വന്നാൽ മാറേണ്ടത്? ഞാൻ കഴിഞ്ഞ മഴക്കാല രോഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ചെറുതായിട്ട് പറഞ്ഞിരുന്നു, പനി ഉണ്ടായി അത് മാറിയ ഒരു അനുഭവമൊക്കെ, എങ്ങനെ മാറി എന്നുള്ളത്, എങ്ങനെ നിൽക്കുമ്പോഴാണ് കൂടുതൽ മാറുന്നതെന്നൊക്കെ. ഇപ്പോൾ ഈ പനി ഉണ്ടാവുന്നത് പല രീതിയിലാണല്ലോ. പല വേദന പനിയായിട്ടും ചില സ്ഥലങ്ങളിൽ കൂടുതൽ ചൂടുണ്ടാവും, അങ്ങനെയൊക്കെ. ഈ പീരിയഡ് സമയത്ത് പെൺകുട്ടിക്ക് ഈ ഭാഗത്ത് വയറിൻ്റെ അടിഭാഗത്തിൻ്റെ ഭാഗത്ത് നല്ല ചൂടുണ്ടാവും, കാരണം ആ ഭാഗത്ത് ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഹീലിംഗ് കൂടുതൽ നടക്കുന്നത് ആ ഭാഗത്ത് ഒരു ചൂടുണ്ടാവും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആണി കുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാവുക ചെയ്യുമ്പോൾ ആ ഭാഗത്ത് കൂടുതൽ ചൂടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പനി തന്നെ ഉണ്ടാവും, എന്നിട്ട് ആ ഭാഗത്ത് മാത്രം കൂടുതൽ ചൂടുണ്ടാവും. എന്തുകൊണ്ടാണ്? ആ ഭാഗത്ത് കൂടുതൽ ഹീലിംഗ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പനി ഒരു നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ ഒരു രക്ഷാ കവചം തീർക്കൽ, ഒരു രക്ഷാപ്രവർത്തനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പനി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അക്യുപഞ്ചർ ചികിത്സകർ പറയും, ഹലോ സാറെ പനിക്കുന്നുണ്ട്, നമ്മൾ അൽഹംദുലില്ലാ നല്ലതാണ് പറയും. അപ്പോൾ അപ്പുറത്തെടുക്കാൻ ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം പനിക്കുക എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം അത്രക്കും മാറ്റാണ് ആ പനിച്ച് കൃത്യമായി പനിച്ച് പോകുമ്പം ഉണ്ടാവുന്നത്. നമ്മൾ പനിയെ കൊല്ലുന്ന അവസരത്തിൽ, പനിയെ ഇല്ലാതാക്കുന്ന അവസരത്തിൽ ആ പനി ഓക്കെ അതിനെ ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? പിന്നീട് ജലദോഷം, കഫം, കുറച്ച് കാലത്തേക്ക് നമുക്കൊരു സിക്നെസ്, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താണ്? പനിയിൽ പനിച്ചു പോകേണ്ട വേസ്റ്റ് പോയിട്ടില്ല, പിന്നെ ശരീരം ഇവൻ പനിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അടുത്ത വഴി നോക്കുക ചെയ്യുന്നത്, അതിനെ വല്ല ലിക്വിഡാക്കിയിട്ടും ഫ്രദാക്കിയിട്ടും വിയപ്പിച്ചിട്ടും ക്ഷീണിച്ചിട്ടും ഒക്കെ പുറത്ത് കളയാൻ ശ്രമിക്കുക ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ അതിനെ ഒതുക്കാൻ അടുത്ത പരിപാടി നോക്കുക ചെയ്യാം. ഇപ്പോൾ പനി വരുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ പനിയെ നിൽക്കുമെന്ന് പറയാം. ആ ദഹനം അത്രക്കും ഹാർംഫുള്ളായി നടക്കുമ്പോൾ പനിക്കാനുള്ള ഒരു ഊർജ്ജം ഇല്ലാതെ പനി നിന്ന് പോവുക ചെയ്യുന്നത്. പനി മാറല്ല, പനി നിന്ന് പോവുക ചെയ്യുന്നത്. പലരും വലിയ അഭിമാനത്തിൽ പറയും, പനിച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി 2 പൊറോട്ട കഴിക്കും, 4 പൊറോട്ട കഴിക്കും, ഒരു മന്തി കഴിക്കും, അപ്പം എന്ത് ചെയ്യും? പനി മാറും, പനീൻ്റെ വഴിക്ക് പോകുന്നൊക്കെ പറയും. പനീൻ്റെ വഴിക്ക് പോയതല്ല, പനിക്കാനുള്ള ഒരു ഊർജ്ജമില്ല, അതുകൊണ്ട് ക്ഷമിച്ച് നിൽക്കുകയാണ്. അത് ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ വീണ്ടും പനി ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാകുന്ന ആൾക്കാരില്ലേ, അത് പനി അവിടെ വളരെ അത്യാവശ്യമാണ് ആ ബോഡിക്ക്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാവും. ശരീരം സുഖപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ശ്രദ്ധിക്കാതെ അതിനെ ഒതുക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ശരീരത്തിന് ഒന്ന് മാറി നിന്ന് നമ്മളൊന്ന് നോക്കാൻ കഴിഞ്ഞാൽ ഒന്നും തരും. കാരണം അത്രക്കും ദേഷ്യം നമ്മളോട്. കാരണം നമ്മൾ ഒരിക്കലും ശരീരം ശുദ്ധീകരിക്കുന്ന ഈ പ്രോസസ്സിന് നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പനിയിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടല്ലോ പനി നമുക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളതാണെന്നുള്ളത്, ഇല്ലേ? ധാരണ വന്നോലൊന്ന് ലൈക്ക് അടിക്കി, ഒരു ഹാൻഡ് റൈസോ എന്തെങ്കിലും ഒന്ന് ഒരു റിയാക്ഷൻ കാണിക്കും കേട്ടോ. ഈ താഴെയുള്ള ബാറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ 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 വെരി ഗുഡ്. അപ്പോൾ പനിയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നു. ഡൗട്ടൊക്കെ ഉണ്ടാവും, അതുമ്പോൾ ലാസ്റ്റിലേക്ക് ചോദിക്കാം, ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചോ കേട്ടോ. ഓക്കെ, പനിയെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു പനി നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കി. അതിൽ ഏത് പേരിട്ടാലും ശരി കേട്ടോ, പല ജാതി പേരുകളിൽ പനി വരുന്നുണ്ട്. ഇപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഒരു ശുദ്ധീകരണ പ്രോസസ്സാണ്. അതിലൊക്കെ കൃത്യമായ രീതിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറി നമ്മളെന്ത് ചെയ്യും? നമ്മൾ ക്ലീനായി വരും, അല്ലേ? കളിപ്പനി, എലിപ്പനി, അങ്ങനെ പല പനികളും പല പേരിട്ടും വിളിക്കുന്നതും ഉണ്ട്. അങ്ങനെ പനി കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. എല്ലാം ശരീരം സുഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്, ശരീരത്തിൻ്റെ ഹീലിംഗ് പ്രോസസ്സാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, എന്ത് പേരിട്ടാലും ശരി. ഓക്കെ, ഇത് മാറേണ്ടത് എങ്ങനെയാണ്? നമുക്കറിയാം, പനി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സെൻസ് കിട്ടും, എന്തോ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് പീരിയഡ്സിൻ്റെ 2 ദിവസം 3 ദിവസം മുമ്പൊക്കെ ഒരു ഇത് തോന്നൂലേ, എന്തോ ഒരു പീരിയഡ്സ് ആവാനായി പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ പനി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സെൻസ് ചെയ്യും. അത് വല്ലപ്പോഴും 6 മാസത്തിലോ അല്ലെങ്കിൽ കൊല്ലത്തിലോ ഒക്കെ വരുന്നതുകൊണ്ടാണ് നമുക്കത് ഇതാണ് പനിയാണെന്ന് പറയാൻ അറിയാത്തത്. അപ്പോൾ പനി വരുന്നതിന് മുമ്പ് തന്നെ എന്താ ഉണ്ടാവുക? പനി വരുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ ഭക്ഷണത്തോടുള്ള താല്പര്യമൊക്കെ പോവും, വിശപ്പൊക്കെ നിൽക്കും, ഭക്ഷണമൊന്നും വേണ്ട, ഒരു ചെറിയൊരു ക്ഷീണം, ഒരു ടയർനെസ്, കിടക്കണം എന്നുള്ളൊരു മൂഡൊക്കെ വരും, അല്ലേ? ചെറിയ മൈൽഡ് ചൂട് പിന്നെ അങ്ങനെ വരാൻ തുടങ്ങും, അങ്ങനെ വന്ന് പോവുക ചെയ്യാം. അതെപ്പോൾ നമ്മൾ ഈ ഒരു പനിയെ ആ തുടക്ക സമയത്ത് എങ്ങനെ മാറ്റാമെന്നുള്ള ആദ്യം നോക്കാം. തുടക്ക സമയത്ത് പനി ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് സെൻസ് കിട്ടുന്ന അവസരത്തിൽ, വിശപ്പ് പോകുന്ന അവസരത്തിൽ ഒന്നും കഴിക്കാതിരിക്കാം, ഭക്ഷണമൊക്കെ ഒഴിവാക്കുക.
കിടക്കാൻ തോന്നുന്നുണ്ടല്ലോ, അപ്പോൾ പോയി റെസ്റ്റ് എടുക്കുക. ആ റെസ്റ്റ് എടുക്കുന്ന അവസരത്തിൽ ശരിക്ക് എന്താ സംഭവിക്കുക? ആ റെസ്റ്റ് എടുക്കുമ്പോൾ പനിക്കാതെ ആ വേസ്റ്റ് പോയി തീരും. മനസ്സിലായോ? ഇൻറ്റേർണലി ചിലപ്പോൾ പനിക്കും, ഉള്ളിൽ പനിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ വേസ്റ്റിനെ പനി നമുക്ക് കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ടില്ലാതെ നമുക്കെന്ത് ചെയ്യും? ആ പനിയെ മെല്ലെ അങ്ങോട്ട് എന്ത് ചെയ്യും? ആ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ, പനി വന്ന ഉദ്ദേശം നിറവേറിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യും? പനി മാറിക്കിട്ടും. അത് നമ്മൾ എനർജി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ക്ലാസ്സിൽ, ഈ 3 മാസത്തെ ക്ലാസ് പറഞ്ഞല്ലോ, അടുത്ത ക്ലാസ് അതാണ്. അപ്പോൾ എനർജി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിക്കും എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പനി എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പനി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൂടുതൽ ശാരീരിക മാനസിക ബുദ്ധിമുട്ടില്ലാതെ ആ പനി തീരും. അതുകൊണ്ടാണ് എപ്പോഴും വിശന്നിട്ടേ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയുന്നത്. വിശന്നിട്ടേ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയുന്നത് കേട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യും? വിശപ്പില്ലല്ലോ 2 ദിവസമായിട്ട്, കഴിക്കാതിരിക്കും. ഓക്കെ, കഴിക്കുന്നില്ല, വീട്ടിൽ നിർബന്ധിച്ചാലും കഴിക്കൂല. അങ്ങനെ കഴിക്കാതിരിക്കുന്ന അവസരത്തിൽ അവരെന്ത് ചെയ്യും? ഓക്കെ, ക്ഷീണം തോന്നുന്നുണ്ട്. ക്ഷീണം തോന്നുന്നത് എന്താ പറഞ്ഞത്? ചികിത്സകൻ എന്താ പറഞ്ഞത്? കിടക്കാൻ. ക്ഷീണം വന്നാൽ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തു. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന അവസരത്തിൽ കൃത്യമായിട്ട് ഈ പനി എന്ത് ചെയ്യും? ആ ഒരു വേസ്റ്റ് ശരീരത്തിൽ നിന്ന് റിമൂവ് ആകും. കാരണം അവന് ഓടിച്ചാടി നടക്കുന്നില്ല, ദഹനമില്ല. അപ്പോൾ ആ വേസ്റ്റ് കംപ്ലീറ്റ് ശരീരം എന്ത് ചെയ്യും? ഡൈജസ്റ്റീവ് പാർട്ടിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിക്ക് എന്ത് ചെയ്യും? ശരീരം റിമൂവ് ചെയ്ത് ഒഴിവാക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ക്ഷീണം മെല്ലെ മെല്ലെ മാറി ഒന്ന് വിയർത്ത് ഒക്കെ ഒന്ന് ഉഷാറായിട്ട് വരും. അപ്പോൾ ഓക്കെ, ആ പനി വരാതെ തന്നെ പനി മാറി. ഇനിയിപ്പോൾ നമ്മൾ പനി വരുന്ന അവസരത്തിൽ തന്നെ ഭക്ഷണം കഴിച്ചു. ഓക്കെ, ഭക്ഷണം നിങ്ങളല്ല കേട്ടോ, ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ, നിങ്ങൾ ഉഷാറാണ്. ഈ അന്റാർട്ടിക്കയിലുള്ള ആളുകൾ അവരെന്ത് ചെയ്യും? ഇത് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും? പിന്നെയും കഴിച്ചു. പിന്നെയാണ് മെല്ലെ ചൂട് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ചൂട് വന്നാൽ ശരിക്കും എന്ത് ചെയ്യും? ഭക്ഷണം വേണ്ട, കട്ട് ചെയ്ത് പോയിട്ട് ഭക്ഷണം വായിലടുപ്പിക്കാൻ പറ്റാത്ത രൂപത്തിലാവും. അപ്പോഴും എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് വായിൽ കയ്പ്പ് വരുന്നത്. കാരണം ഭക്ഷണം കഴിക്കരുത് എന്നുള്ള ഇൻഫർമേഷൻ നേരത്തെ കൊടുത്തിരുന്നു. വിശപ്പ് നിന്ന അവസരത്തിലും കഴിക്കാതിരുന്നാൽ കയ്പ്പ് വരില്ല. വിശപ്പ് നിന്നിട്ടും കഴിക്കുകയാണ്. ശരീരത്തിന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കൽ നിർബന്ധമാണ്. കാരണം അവിടെ ഒരു മാറ്റം വരുത്താനുണ്ട്. ഒരു റോഡ് പണി നടക്കുമ്പോൾ ആ റോഡ് ക്ലോസ് ചെയ്യും. എന്തിനാണ് ക്ലോസ് ചെയ്യുന്നത്? ആ റോഡ് പണി വ്യക്തമായിട്ട് പെട്ടെന്ന് ക്ലിയർ ആയിട്ട് നടത്താൻ വേണ്ടിയില്ലേ? അത് മൈൻഡ് ചെയ്യാതെ ഒരാൾ വണ്ടി കൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ റോഡ് പണി പിന്നെയും 2ാം പണിയായി പോകും. അപ്പം അതുപോലെ തന്നെയാണ് ഭക്ഷണം മതി, ഇനിയും ഭക്ഷണം കഴിക്കരുത്, വിശപ്പില്ല എന്ന് കാണുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് വെച്ചതാണ്, നിർത്തി. അങ്ങനെ നിർത്തി കഴിയുമ്പോഴും റോഡ് പണിയാണല്ലോ, പോകാൻ പറ്റില്ല എന്ന് കരുതി പോകാതിരുന്നാൽ ഓക്കെ, അവിടെ എന്ത് ചെയ്യും? അത് ആ പണിക്കാർ പണി പെട്ടെന്ന് ക്ലിയർ ചെയ്ത് റോഡൊക്കെ ക്ലിയർ, പിന്നെ നമുക്ക് ഹൈ സ്പീഡിൽ പോകാം അല്ലേ? അതുപോലെ ആവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? അത് മനസ്സിലാക്കാതെ അവനെന്ത് ചെയ്യുക? പോയി കഴിഞ്ഞാൽ ടാർമേൽ ഒട്ടിപ്പിടിക്കലും ടയർ പ്രശ്നമാവലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് എന്തുണ്ടാവുന്നത്? പനി വന്നിട്ട് വിശപ്പ് പോയിട്ട് മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിച്ചാൽ വായിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യും? വായ കംപ്ലീറ്റ് കയ്പ്പ് വരും. കയ്പ്പ് ശരീരം കൊണ്ടുവരുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കാനാണ്, ഭക്ഷണം ഇറക്കാതിരിക്കാൻ. ഇപ്പോൾ വായിൽ കയ്പ്പ് വന്നാൽ എങ്ങനെയോ ഭക്ഷണം കഴിക്കുക, അതാണ് ശരീരത്തിൻ്റെ ധാരണ. വായിൽ കയ്പ്പ് വന്നാൽ ഭക്ഷണം കഴിക്കൂലോ, നല്ല മോനാണ്, അവന് മനസ്സിലാക്കും. നേരത്തെ വിശപ്പില്ലാത്തത് പോലും മനസ്സിലാവായിട്ടാണ്. അപ്പോൾ ഓന് ശരീരം എന്ത് ചെയ്യുക? ഭക്ഷണം ഓന് തുപ്പിക്കളയും. മനസ്സിലാക്കും എന്ത് ഭക്ഷണം കഴിക്കുന്നില്ല. പിന്നെ എന്താ ഉണ്ടാവുക? കഞ്ഞി, അച്ചാർ ഒക്കെ കൂട്ടിയിട്ട് ആ ടേസ്റ്റ് ഇല്ലാത്തതിന് ഓവർകം ചെയ്യാൻ വേണ്ടി പുളികളും മറ്റൊക്കെ ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ടേസ്റ്റ് ഉണ്ടാക്കി കഴിക്കും. ശരീരം ഞാൻ നോക്കി നിൽക്കും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ആ പനി അങ്ങോട്ട് സപ്രസ്സായി പോവുക ചെയ്യുക. കാരണം പനിക്കാനുള്ള ഒരു ഊർജ്ജം പിന്നെ വരില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ പനി കുറച്ച് കാലത്തേക്ക് നീണ്ടു നിൽക്കും. കാരണം ആ പനിക്കിൻ്റെ ഇടയിൽ ഓനിങ്ങനെ ഇടപെടുന്നുണ്ട് ഭക്ഷണമായിട്ടും മറ്റൊക്കെ ആയിട്ട്. അപ്പോൾ പനി എന്ത് ചെയ്യും? 3 ദിവസം, ഒരാഴ്ച, 3 ആഴ്ചയൊക്കെ ആയിട്ട് അങ്ങനെ പനി ഇങ്ങനെ നീണ്ടെടുക്കും. അങ്ങനെ പനി എന്ത് ചെയ്യും? വേണ്ട രൂപത്തിൽ ശരീരത്തിന് ചൂടാക്കാൻ കഴിയില്ല. അതുകൊണ്ടുള്ള ചൂടിൽ ശരീരം എന്ത് ചെയ്യും? ശരീരം പരമാവധി ആ ഒരു വേസ്റ്റുകൾ റിമൂവ് ചെയ്ത് അങ്ങനെ അതാണ് ടൈം എടുക്കുന്നത്. അല്ലാതെ നമ്മൾ ആ സമയത്ത് പനി വന്നു, ഓക്കെ, അറിയാതെ നമ്മൾ ഭക്ഷണം കഴിച്ച് പോയി, എക്സ്ട്രീം പനി വന്നു, നല്ല ചൂട് വന്നു, ആ സമയത്ത് നമ്മൾ പരമാവധി പോയി റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ രാവിലെ നന്നായി പനി വന്നു കഴിഞ്ഞാൽ പോയി മൂലയിൽ കിടക്കുക, അത്യാവശ്യത്തിന് മാത്രം നീക്കുക, നിസ്കാരത്തിനും മറ്റൊക്കെ ആയിട്ടുള്ള. ഭക്ഷണം കഴിക്കുമ്പോൾ നീക്കേണ്ടിയില്ലല്ലോ. അവിടെ അത്യാവശ്യത്തിന് പോയി കിടന്ന് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ പനി കൃത്യമായിട്ട് മാറിക്കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ നല്ല ചൂട്, ഹൈ ടെമ്പറേച്ചർ വന്നിട്ട് മെല്ലെ അത് കുറഞ്ഞ് അങ്ങോട്ട് പോകും.
ആ സമയത്ത് തുണി നനച്ചിടാനോ വേറെ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യരുത്. കാരണം പനിയുടെ ഉദ്ദേശം ശരീരം ചൂടാക്കുക, ചൂടാക്കിയിട്ട് ആ ചൂടിലൂടെ ആ ഒരു വേസ്റ്റ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ പനിയെ തണുപ്പിക്കാൻ വേണ്ടി കുളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പനിയുടെ ചൂട് കംപ്ലീറ്റ് അങ്ങ് പോകും. പിന്നെ ശരീരം എന്ത് ചെയ്യും, പനിപ്പിക്കാനുള്ളൊരു ഊർജ്ജം, ബോഡി pH തെറ്റും. നമ്മൾ പീരിയഡ് സമയത്ത് കുളിക്കരുത് പറയുന്നത് എന്തുകൊണ്ടാണ്? ശരീരം ഒരു pHൽ ഒരു ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചതായിരിക്കും. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ നമ്മൾ കുളിക്കുന്നതോടുകൂടി ആ ടെമ്പറേച്ചർ തെറ്റും. അപ്പോൾ ശരീരം വീണ്ടും ആ ടെമ്പറേച്ചറിൽ എത്താൻ ശരീരത്തിന് കുറച്ചുകൂടി ഊർജ്ജം വേണ്ടി വരും. അപ്പോൾ ആ ഊർജ്ജം നമ്മളിൽ നിന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ വീക്കാവും. അപ്പോൾ കുളിച്ചാൽ കൂടുതൽ വീക്കാവുക ചെയ്യുക. അതുകൊണ്ട് പീരിയഡ് സമയത്ത് കുളിക്കരുത് എന്ന് പറയുന്നതിന് ഒരു കാരണം. മറ്റു കുറേ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങൾ പീരിയഡ്സിൻ്റെ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, പനി വരുമ്പോൾ കൃത്യമായിട്ട് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പനി മാറും. എന്തെങ്കിലും തരത്തിൽ ചെറിയ ഫുഡ് എന്തെങ്കിലും കഴിച്ച് ഡൈജഷൻ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കാം. പനീൻ്റെ ആ ഒരു എഫക്റ്റിനനുസരിച്ചിരിക്കും, എത്രത്തോളം ഹാർംഫുള്ളായ വേസ്റ്റ് ഉണ്ട് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പനി കൃത്യമായിട്ട് മാറും. ഇനിയിപ്പോൾ നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, നമുക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മരുന്നില്ലാത്ത ചികിത്സാരീതികൾ ഉപയോഗപ്പെടുത്തുക. അക്യുപഞ്ചർ പോലുള്ള മരുന്നില്ലാത്ത ചികിത്സാരീതികൾ ഉപയോഗപ്പെടുത്തുക. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. ഒന്നാമത്തെ കാര്യം, അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. അതിൽ നിന്ന് അക്യുപഞ്ചർ ചികിത്സ ചെയ്ത് വെച്ചാൽ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാനില്ല, ഗുണം മാത്രം. മാത്രമല്ല പനിക്ക് കൂടുതൽ സപ്പോർട്ടീവായി നിൽക്കും. ആ പനി എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കൂടുതൽ സപ്പോർട്ട്, ശരീരം എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ പെട്ടെന്ന് ആ ഒരു റിമൂവൽ പ്രോസസ്സ് നടക്കാനും ശരീരം പെട്ടെന്ന് ഓക്കെ ആയി വരാനും ഈ അക്യുപഞ്ചർ ചികിത്സ സഹായിക്കും. അതിൽ നമ്മൾ സൈഡ് എഫക്റ്റ് ഉണ്ട്, അക്യുപഞ്ചർ ചികിത്സ ആ സമയത്ത് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. കാരണം അതിന് യാതൊരു സൈഡ് എഫക്റ്റും ഉള്ളൂ ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തിയ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും ചെയ്യണമെന്ന് തോന്നുന്നവർക്ക്, എല്ലാവർക്കും അല്ല, ചെയ്യാതെ തന്നെ മാറും, ചെയ്യണമെന്ന് തോന്നുന്നവർക്ക്. ഇപ്പോൾ കുട്ടികളൊക്കെ കാണിച്ചേ പറ്റുമെന്ന് പറഞ്ഞ രക്ഷിതാക്കളുണ്ട്. അവർക്ക് മരുന്നില്ലാതെ ഇത്തരം ചികിത്സ, അക്യുപഞ്ചർ, സിംഗിൾ പോയിൻറ്റ് അക്യുപഞ്ചർ പോലുള്ള ചികിത്സാ രീതികൾ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് മാറിപ്പോയിക്കോളും. ഓക്കെ. നന്നായി റെസ്റ്റ് എടുത്ത് തന്നെ മാറുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പനിയുടെ കാര്യത്തിലും ജലദോഷത്തിൻ്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് മഴക്കാല രോഗങ്ങളിൽ. ഇനിയൊരു മഴക്കാലം ഒന്നും കൂടി സൂചിപ്പിക്കാം. ഈ മഴക്കാലം സീസൺ ആകുമ്പോൾ, വേനൽക്കാലം വിൻ്റർ ആകുമ്പോൾ, തണുപ്പ് കാലം വരുമ്പോൾ ഒക്കെ നമുക്ക് അലർജി, അതുപോലെ തന്നെ പനി, ഇത്തരം ശ്വാസം മുട്ട്, ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലാവസ്ഥയിൽ നിന്ന് അടുത്ത കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് വേറൊരു കാലാവസ്ഥയുള്ള വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ കാരണം എന്താണ്? നമ്മുടെ ശരീരം ഒരു റീജിയൻ മാറി വേറൊരു റീജിയനിൽ എത്തുമ്പോൾ, ഒരു കാലാവസ്ഥ മാറി വേറൊരു കാലാവസ്ഥയിൽ എത്തുമ്പോൾ ആ കാലാവസ്ഥ അനുയോജ്യമായ രീതിയിൽ ശരീരം മാറണം. അപ്പോൾ ശരീരത്തിൽ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ വരാനിരിക്കുന്ന പനിയെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന അസുഖങ്ങളെ പോലും ഇപ്പോൾ ഉണ്ടാകാൻ കാരണം അത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് പുതിയ ആ ഒരു സീസണിലേക്ക് കിടക്കുക. അതാണ് ശരീരം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുമ്പെയുള്ള വേസ്റ്റുകളൊക്കെ ശരീരം ഒഴിവാക്കി കളയും. ഇപ്പോൾ പനി പകരുമെന്ന് പറഞ്ഞില്ല നമ്മൾ. ഇപ്പോൾ ഒരുപാട് പേർക്ക്, ഒരു വീട്ടിലെല്ലാവർക്കും പനി, ഓൻ കൊണ്ടുവന്നാണ് പറയും, ഓൻ്റെ അത് പകർന്നാണ് പറയും, സ്കൂളിൽ പോയി കിട്ടിയെന്ന് പറയും. അതല്ല സംഭവം. ആ സീസണിൽ ആരൊക്കെ ഉള്ളിൽ അത്തരത്തിലുള്ള പുറത്ത് പോകേണ്ട വേസ്റ്റുകളുണ്ടോ ആ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, ശരീരം ഒരുമിച്ച് റിമൂവ് ചെയ്യും. ആ സീസൺ ആയതുകൊണ്ട്, ആ കാലാവസ്ഥ, ആ എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് ശരീരം ആ എൻവയോൺമെൻറ്റിലുള്ള ആ വേസ്റ്റുള്ള, അത്തരത്തിലുള്ള വേസ്റ്റുള്ള ആളുകൾക്കൊക്കെ ആ സമയത്ത് പനി ഉണ്ടാവുക ചെയ്യുന്നത്. അല്ലാതെ അവൻ കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് പകർന്നു, അവൻ്റെ വേസ്റ്റിൻ്റെ ശരീരത്തിലില്ല, അവൻ്റെ ശരീരത്തിലല്ലേ ഉള്ളത്. അപ്പം അങ്ങനെ പറയരുത്, ആരും പഴിക്കും ചെയ്യരുത്. പലരും വിഷമിക്കുന്ന കുട്ടികളൊക്കെ വിഷമിക്കുന്ന ഒരു സംഗതിയാണ്. അവൻ സ്കൂളിൽ പോയിട്ട് കൊണ്ടുവന്നാണ് പറയും. അപ്പോൾ എൻ്റെ ഫാമിലി മൊത്തം പനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പനി മാറുന്ന വരെ കുട്ടിക്ക് ഭയങ്കര മാനസിക പ്രയാസമായിരിക്കും. പിന്നെ പനിക്ക് മാറിയിട്ട് കുട്ടിയെ വേറെ കാണിക്കാൻ കൊണ്ടുകൊണ്ടിരും. അപ്പോൾ അത്തരത്തിലുള്ള ടോക്കൊക്കെ ഒഴിവാക്കുക നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക പനി ശരീരത്തിലുള്ള വേസ്റ്റ് റിമൂവൽ പ്രോസസ്സാണെന്നോ, അത് കാലാവസ്ഥ മാറുമ്പോൾ ബുദ്ധിമുട്ട്, പനിയായിട്ടും ജലദോഷമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതുണ്ടാവാൻ കാരണം നമ്മുടെ ശരീരത്തിൽ അത്തരത്തിലുള്ള വേസ്റ്റ് പോകാനും അത് മാറ്റം, ഹീലിംഗ് നടക്കുകയാണെന്നുള്ളത്. ശ്വാസം മുട്ട് ഉണ്ടാകുന്നതിലൊക്കെ അത് മാറും. പക്ഷേ അക്യുപഞ്ചർ ചികിത്സ യൂസ് ചെയ്യുന്നത് ബെറ്ററാണത്. അവർക്കൊരു സപ്പോർട്ട് എന്തായാലും നിർബന്ധമായിട്ട് ഇവർ കാണുന്നുണ്ട്. സ്വന്തമായിട്ട് മാറുന്നതൊക്കെ നല്ലത് അക്യുപഞ്ചർ ചികിത്സ യൂസ് ചെയ്തിട്ട് മാറുക. പെട്ടെന്നൊരു 3 ചികിത്സയിലൊക്കെ തന്നെ അലർജി പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മാറുന്നുണ്ട്. ഈ അലർജി പ്രശ്നങ്ങളുള്ളവർ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്നത് ഒന്നുകൂടി ബെറ്ററാണ് കേട്ടോ. പനിക്കല്ല, അലർജി പ്രശ്നങ്ങൾ. ഇനി ചില പനികളിൽ, പനി മാറുന്ന അവസരങ്ങളിൽ അവർ കുളിക്കണം എന്നുള്ള വല്ലാത്ത ആഗ്രഹം, അതിയായ ശരീരം തന്നെ പറയുന്ന പോലെ തോന്നുകയാണെങ്കിൽ അവന് കുളിക്കാം, നോ പ്രോബ്ലം.
ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ പനി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? പനി മാറിക്കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് നല്ല വിശപ്പ് വരും. കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുക? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നാണ് പറയുന്നത്. ഒന്നുകൂടി ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക. പിന്നെ തൊട്ടടുത്ത വിശപ്പിന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ പോവാം. ശ്രദ്ധിക്കണം, നമ്മൾ പനി കഴിഞ്ഞിട്ട് പിന്നെ വിശപ്പ് വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും. ആ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മളെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ ശരീരം ശരിക്കും വർക്ക് ചെയ്യും, സെൻസുകളൊക്കെ ശരിക്കും വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ്, നല്ല ആസ്വാദനം, അതുപോലെ തന്നെ നല്ല സ്വഭാവമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. നല്ല സ്വഭാവമൊക്കെ ആവണമെങ്കിൽ എന്താണ്? പനി പ്രോപ്പറായിട്ട് മാറണം. എന്തോ കാട്ടി പനി മാറിക്കഴിഞ്ഞാൽ സ്വഭാവമൊക്കെ അൽക്കുലത്താവും. പിന്നെ ആ സ്വഭാവം നന്നാക്കാൻ മാറിപ്പോണ്ടി വരും. അതാ പറയുന്നത്, പനി നമ്മളെ മൊത്തത്തിൽ മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്, മൊത്തത്തിൽ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പനിയെ എങ്ങനെ കാണണം? പനിയെ നല്ലൊരു ആത്മമിത്രമായി കാണണം. സുനിൽ സാറൊക്കെ പറയാനുള്ളത് പനി ഒരാവനായില്ല അവസാനത്തെ ആയുധം എന്നാണ് പറയല്. കാരണം അതിന് മുമ്പ് കുറേ അവസരങ്ങൾ റിമൂവൽ പ്രോസസ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പോഴൊന്നും സമ്മതിക്കാതെ പുറത്ത് പോകാത്ത അവസാനത്തെ വേസ്റ്റാണ് ഇത് പോകുന്നത്. ഓക്കെ, ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പനിക്കും. അതൊക്കെ ആ ക്യാൻസർ മാറുന്നതിൻ്റെ ശരീരത്തിലുള്ള ഡെഡ് സെൽസ്, കേടായ സെല്ലുകൾ പുറന്തള്ളാൻ വേണ്ടി അവിടുന്ന് തന്നെ കരിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് പനിക്കുന്നത്. അപ്പോൾ അവങ്ങളത് മനസ്സിലാക്കാതെ മെഡിസിൻ കഴിച്ച് വീണ്ടും മുന്നോട്ട് പോകാറുണ്ട്. അതൊക്കെ നമ്മൾ ഖേദകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇപ്പം നമ്മളെ കുട്ടികളെയും നമ്മളെ വീട്ടുകാരെയും ഒക്കെ ഇപ്പോഴത്തെ സീസണിൽ ഉണ്ടാവുന്ന ആരുടെയും പീഡിപ്പിക്കലിനും അതുപോലെ തന്നെ മൽപ്പിടുത്തത്തിനും പുതിയ ആശങ്കകൾ കൊണ്ട് തരുന്നതിനും പുതിയ പേരിട്ട് വിളിക്കുന്ന പനികളിലും നമ്മൾ ബുദ്ധിമുട്ടാവാതെ, നമ്മൾ ആശങ്ക കുഴപ്പമിലാവാതെ പനി എന്താണ്, ഇതാണ് പനി എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അപ്പോൾ ശരീരം കൃത്യമായിട്ട് ആ റിമൂവൽ പ്രോസസ്സ് നടക്കാനും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പനി മാറി നമ്മളെല്ലാവരും നല്ല ക്ലീനായിട്ട് നല്ല ഒരു മനുഷ്യരാവാനും നമ്മൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സെഷൻ അവസാനിപ്പിക്കാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധയോടെ കേട്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു ക്ലാസ് ഉണ്ടാവും. എല്ലാ ശനിയാഴ്ചയും നമ്മൾ ക്ലാസ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും തുറക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇതിലെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. ഒരു പരിധി വരെ നമുക്ക് ആൻസർ പറയാം. പല കാര്യങ്ങളും നമുക്ക് അക്യുപഞ്ചർ പഠനവും അല്ലെങ്കിൽ ഈ 3 മാസത്തെ ക്ലാസ്സെങ്കിലും അറ്റൻഡ് ചെയ്താൽ പല എക്സ്ട്രീം ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിയും. ഒരുപാട് ടൈം വേണ്ട ഡൗട്ടൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് തീർക്കുക നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ ക്ലാരിറ്റി വേണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഡൗട്ടുകൾ ചോദിച്ചോളൂ.